Good morning, all. Today we are dealing with fertilization and implantation. അതിനു മുന്നേ എന്താണ് ഇൻസെമിനേഷൻ എന്ന് പറയണം. അതായത് ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഇൻസെമിനേഷൻ നടക്കണം. വാട്ട് ഇസ് മീൻ ബൈ ഇൻസെമിനേഷൻ? അതായത് ഒരു കോപ്പുലേഷൻ ടൈമിൽ, അതായത് കോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ മെയിൽ ആൻഡ് ഫീമെയിൽ മേറ്റ് ചെയ്യുന്ന ആ കൊയിറ്റസിന് വേണ്ടിയാണ് നമ്മളെന്ത് കൊയിറ്റസിനെയാണ് നമ്മളെന്ത് പറയുന്നത്, കോപ്പുലേഷൻ എന്ന് പറയുന്നത്. ആ കോപ്പുലേഷൻ സമയത്ത് സെമൻ ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറായിട്ടുള്ള റീപ്രൊഡക്റ്റീവ് ഓർഗനായിട്ടുള്ള വജൈനയിലേക്ക് പെനിസ് വഴി സെമൻ റിലീസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ഇൻസെമിനേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് ഈ സ്പേം എന്തായിരിക്കും? നമുക്കറിയാം സ്പേം എന്താണ്, മൊബൈലാണ്. മൊബൈൽ മീൻസ് മൂവബിളാണ്. മൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ എന്താണ് സ്പേം എന്താ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള സ്പേം ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അങ്ങനെ മോട്ടൈലായിട്ടുള്ള അല്ലെങ്കിൽ മൂവബിൾ ആയിട്ടുള്ള സ്പേം പെട്ടെന്ന് തന്നെ സ്വിം ചെയ്തിട്ട് സെർവിക്സ് ത്രൂ എവിടെ എത്തുന്നുണ്ട്? യൂട്രസിൽ എത്തുന്നുണ്ട്. യൂട്രസിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആംബുലറി റീജിയൻ, ഫിംബ്രിയെ, അങ്ങനെ കുറേ സ്ട്രക്ചേഴ്സ് ഉണ്ട്. യൂട്രസിൻ്റെ ഏത് റീജിയനിലാണ് ഈ സെമൻ എത്തുന്നത്? ആംപുലറി റീജിയൻ ഓഫ് ഫാലോപ്പിയൻ ട്യൂബ്. ഫാലോപ്പിയൻ ട്യൂബിലുള്ള ആംപുലറി റീജിയനിലാണ് ഈ യൂട്രസ് എത്തുന്നത്. അറ്റ് എ ടൈം ഓവം എന്ത് ചെയ്യുന്നുണ്ട്? ഫീമെയിൽ ഓവം എന്ത് ചെയ്യുന്നുണ്ട്? ഓവറി റിലീസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതും എവിടെ എത്തുന്നുണ്ട്? ദേ ആർ ഓൾസോ ട്രാൻസ്പോർട്ടഡ് ടു ദ ആംപുലറി റീജിയൻ. ആ റീജിയനിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഇനി എന്താണ് ഫെർട്ടിലൈസേഷൻ എന്ന് പറയാം. ഓക്കെ, കൊയിറ്റസ് നമുക്കറിയാം, ഇൻസെമിനേഷൻ നടന്നു. ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പേമും ഓവും ഫ്യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ റിസൾട്ടായിട്ട് എന്തുണ്ടാവുന്നുണ്ട്? സൈഗോട്ട് ഫോം ചെയ്യുന്നുണ്ട്. Can only occur if the ovum and sperm are transmitted simultaneously to the ampullary isthmic region. അതായത് ഈ ഒരു ഫെർട്ടിലൈസേഷൻ നടക്കണമെങ്കിൽ ഓവവും സ്പേമും ഒറ്റ ടൈം എന്ത് ചെയ്യണം? ഈ ആംപുലറി ഇസ്തമിക് റീജിയനിൽ അല്ലെങ്കിൽ ജംഗ്ഷനിൽ എത്തണം. ആ ഒരു റീജിയനിലാണ് ഈ ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. That is why all copulations do not lead to fertilization and pregnancy. അപ്പം ആ ഒരു സമയത്ത് സെമൻ എത്തുന്ന സ്പേം എത്തുന്ന ആ ഒരു സമയത്ത് തന്നെ ഓവം അവിടെ ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിലാണ് കോപ്പുലേഷൻ സമയത്ത് എന്താണ്, എല്ലാ കോപ്പുലേഷൻസിനും മീറ്റ് ചെയ്യുന്ന സമയത്തും പ്രഗ്നൻസി ഉണ്ടാവില്ല അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടക്കില്ല എന്ന് പറയാൻ കാരണം അതാണ്. എല്ലാം ആ ഒരു സമയത്ത് തന്നെ എത്തിച്ചേരണം. ദെൻ എന്തൊക്കെ പ്രോസസ്സ്, എങ്ങനെയാണ്? സ്പേം വജൈനയിലെത്തി, സെർവിക്കൽ കനാൽ വഴി യൂട്രസിലെത്തി, യൂട്രസിലെ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിലെത്തി, അവിടെ വെച്ചിട്ട് എന്ത് നടക്കുന്നത്? ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അറ്റ് എ ടൈം ഓവം എന്ത് ചെയ്യണം? ആ സ്പേം മൂവ് ചെയ്യുന്ന അതേ സ്പീഡിൽ തന്നെ ഓവർ റിലീസ് ചെയ്യണം, ഫിംബ്രിയയിലെത്തണം, ഫിംബ്രിയ അതിനെ ക്യാച്ച് ചെയ്തിട്ട് ഇൻഫൻറ്റിബുലത്തിലെത്തിക്കണം, ദെൻ ആംപുലയിലെത്തിക്കണം, ദെൻ ആംപുലറി ഇസ്തമിക് ജംഗ്ഷനിലെത്തിക്കണം. ഇത് നടന്നെങ്കിൽ മാത്രമേ ഉള്ളൂ എന്ത് നടക്കുള്ളൂ? പ്രഗ്നൻസി ഉണ്ടാവുമോ അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ നടന്നു എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഇനി പാത്ത് പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. ഈ സ്ട്രക്ചർ നോക്കിക്കോളൂ. ഫസ്റ്റ് എന്താണ്? ഇതാണ് ഒരു യൂട്രസിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഈ ഒരു റീജിയനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫിംബ്രിയ എന്ന് പറയുന്നത്. ഈ ഒരു ഫിംഗർ ലൈക്ക് സ്ട്രക്ചറിനെയാണ് നമ്മൾ ഫിംബ്രിയ എന്ന് പറയുന്നത്. അപ്പം സ്പേം മൂവ് ചെയ്തിട്ട് എവിടെ എത്തുന്നുണ്ട്? ഇതുവഴി ആംപുലറി ഇസ്തമിക് റീജിയൻ. ഈ റീജിയനാണ് ആംപുലറി ഇസ്തമിക് റീജിയൻ എന്ന് പറയുന്നത്. ഇവിടെയാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. അറ്റ് എ ടൈം ഈ സ്പേം കൊയിറ്റസ് നടക്കുമ്പോൾ തന്നെ മൂവ് ചെയ്തിട്ട് എവിടെ എത്തണം? ആംപുലറി ഇസ്തമിക് റീജിയനിൽ എത്തുന്ന സമയത്ത് തന്നെ ഈ ഓവറി കണ്ടില്ലേ? ഓവറി എന്ത് റിലീസ് ചെയ്യണം? ഓവം റിലീസ് ചെയ്യണം. ഈ ഓവം ഫിംബ്രിയെ അതിനെ ക്യാപ്ചർ ചെയ്തിട്ട് എവിടെ എത്തണം? യൂട്രൈൻ ട്യൂബ് ആയിട്ടുള്ള ഫാലോപ്പിയൻ ട്യൂബ് വഴി ഈ ആംപുലറി ഇസ്തമിക് റീജിയനിൽ എത്തണം. എങ്കിൽ മാത്രമേ ഇവിടെ എന്ത് നടക്കുള്ളൂ? ഫെർട്ടിലൈസേഷൻ നടക്കുന്നുള്ളൂ. ഫെർട്ടിലൈസേഷൻ സമയത്ത് സ്പേം എന്താ ചെയ്യുന്നത്? ഈ ഓവമായിട്ട് കോണ്ടാക്റ്റ് ഉണ്ട്. ഓവത്തിൻ്റെ കുറേ ലെയേഴ്സ് ഉണ്ടെന്ന് അറിയാം നമുക്ക് അല്ലേ? അതിൽ സോണാസ് പെലുസിഡി ആയിട്ട് കോണ്ടാക്റ്റ് വരുന്ന സമയത്ത് ഓവം
മെനി ലെയേർഡ് ആയിട്ടുള്ളൊരു സ്ട്രക്ചറാണ്. ആ സോണ പെല്യൂസിഡ ആയിട്ട് കോണ്ടാക്ട് ചെയ്യുന്ന സമയത്താണ് ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ആ സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ സ്പേം ഈ ഓവത്തിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. അതിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്പേമിലുള്ള ഒരു സ്ട്രക്ചർ, ആക്രോസോം എന്ന് പറഞ്ഞിട്ടുള്ള സ്ട്രക്ചർ, സർട്ടൻ എൻസൈംസ് എന്ത് ചെയ്യുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സോണ പെല്യൂസിഡ ആയിട്ട് ഈ സ്പേമിന് കോണ്ടാക്റ്റ് വന്ന ഉടനെ എന്ത് ചെയ്യുന്നുണ്ട്, ഇറ്റ് ഇൻഡ്യൂസസ് ദ ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ. ആ മെംബ്രെയിനിൽ ചേഞ്ചസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട്. അതാണ് ആ ഒരു ഇൻഡക്ഷൻ കാരണം ഈ അഡീഷണൽ സ്പേം എൻട്രീനെ അതെന്ത് ചെയ്യുന്നുണ്ട്, ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. Thus, it ensures that only one sperm can fertilize an ovum. അതിനർത്ഥം എന്താണ്? അറ്റ് എ ടൈം ഒരു സ്പേമിന് മാത്രമേ ഉള്ളൂ ഒരു ഓവത്തിന് ഫെർട്ടിലൈസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നമുക്കറിയുന്ന ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പോളിസ്പേമി. പോളിസ്പേമി എന്ന് പറഞ്ഞാൽ കുറേ സ്പേം, പോളി മീൻസ് മെനി, സ്പേം അറിയാമല്ലോ. അപ്പം മെനി സ്പേം, അതായത് ഹൗ പോളിസ്പേമി ഈസ് പ്രിവെൻറ്റഡ്. പോളിസ്പേമി എന്ന് പറഞ്ഞാൽ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് എ ടൈം ഒന്നിൽ കൂടുതൽ സ്പേം കടന്നു വരുന്നത്, ഓവത്തിൻ്റെ ഉള്ളിലേക്ക് പെനിട്രേറ്റ് ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യണം. എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം നമുക്ക്? ഫെർട്ടിലൈസേഷൻ സമയത്ത് സ്പേം എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് സോണ പെല്യൂസിഡ ലെയർ ഓഫ് ഓവം. ആ സമയത്ത് ഒരു സിഗ്നൽ ഉണ്ടാവുന്നുണ്ട്, ദാറ്റ് ഇൻഡ്യൂസസ് ദ ചേഞ്ചസ് ഇൻ ദ മെംബ്രെയിൻ ദാറ്റ് ബ്ലോക്ക് ദ എൻട്രി ഓഫ് അഡീഷണൽ സ്പേംസ്. അങ്ങനെയാണ് പോളിസ്പേമിനെ നമുക്ക് എന്ത് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇറ്റ് എൻഷുവേഴ്സ് ദാറ്റ് ഓൺലി വൺ സ്പേം ക്യാൻ ഫെർട്ടിലൈസ് ആൻ ഓവം. ഇനി സെക്രീഷൻ, അത് അങ്ങനെ ചേഞ്ചസ് സംഭവിക്കുന്നു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എന്തൊക്കെ ചേഞ്ചസ് ആണ് സംഭവിക്കുന്നത്? ദ സെക്രീഷൻ ഓഫ് ആക്രോസോം. ആക്രോസോം എന്ന് പറഞ്ഞാൽ സ്പേമിലെ ഒരു സ്ട്രക്ചറാണ് ആക്രോസോം. ആക്രോസോം സെക്രീഷൻ ഹെൽപ്സ് ദ സ്പേം എൻറ്റർ ഇൻ ടു ദി സൈറ്റോപ്ലാസം ഓഫ് ഓവം ത്രൂ സോണ പെല്യൂസിഡ ആൻഡ് പ്ലാസ്മ മെംബ്രെയിൻ. ആക്രോസോമാണ് ഈ ഒരൊറ്റ സ്പേം ആണെങ്കിൽ ഒന്നിൽ കൂടുതൽ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒരൊറ്റ സ്പേമിനെ, ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്പേമിനെ മാത്രം സൈറ്റോപ്ലാസത്തിലേക്ക് കടത്തിവിടുന്നുള്ളൂ. അതിന് സഹായിക്കുന്ന സെക്രീഷൻസ് ആരാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ആക്രോസോമാണ്. ത്രൂ ഇതുവഴി സൈറ്റോപ്ലാസം എത്തി സോണ പെല്യൂസിഡ വഴി സൈറ്റോപ്ലാസത്തിൽ എത്താൻ വേണ്ടിയിട്ട്, പ്ലാസ്മ മെംബ്രെയിൻ, സോണ പെല്യൂസിഡ ആൻഡ് സൈറ്റോപ്ലാസം. ഓക്കെ, ദിസ് ഇൻഡ്യൂസസ് ദ കംപ്ലീഷൻ ഓഫ് മിയോട്ടിക് ഡിവിഷൻ ഓഫ് സെക്കൻഡറി ഊസൈറ്റ്. അപ്പം അവിടെ എന്ത് നടക്കുന്നുണ്ട്, ഒരു സെക്കൻഡറി ഊസൈറ്റ് മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നുണ്ട്. സെക്കൻഡ് മിയോട്ടിക് ഡിവിഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഈസ് ഓൾസോ അൺയൂക്കൽ ആൻഡ് റിസൾട്ട് ഇൻ ദ ഫോർമേഷൻ ഓഫ് സെക്കൻഡ് പോളാർ ബോഡി ആൻഡ് ഹാപ്ലോയിഡ് എഗ്. Soon the haploid nucleus of sperm and that of ovum fuse together to form diploid zygote. അങ്ങനെ സൈറ്റോപ്ലാസം എത്തി ന്യൂക്ലിയസിൽ, ഈ ഓവത്തിലെ ന്യൂക്ലിയസും സ്പേമിലെ ന്യൂക്ലിയസും തമ്മിൽ ഫ്യൂസ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നുണ്ട്, ഡിപ്ലോയിഡ് സൈഗോട്ടായിട്ട് മാറുന്നുണ്ട്. ഓർക്കുക, ഈ ഓവം എന്താണ്, ഹാപ്ലോയിഡും, സ്പേം എന്താണ്, ഹാപ്ലോയിഡും ആണ്. പക്ഷേ അതിൻ്റെ ഫ്യൂഷൻ നടന്നതിന് ശേഷം ഉണ്ടാകുന്ന സൈഗോട്ട് എന്താണ്, ഡിപ്ലോയിഡാണ്. അത് ഓർക്കുക. ഓക്കെ, ഇനി സൈഗോട്ട് ഫോം ചെയ്തു. സൈഗോട്ടിന് ക്ലീവേജ് നടക്കുന്നുണ്ട്. ക്ലീവേജ് എന്ന് പറഞ്ഞാൽ മൈറ്റോട്ടിക് ഡിവിഷനാണ് നടക്കുന്നത്, മൈറ്റോസിസ് ആണ് നടക്കുന്നത്. സ്റ്റാർട്ട് ആസ് ദി സൈഗോട്ട് മൂവ് ത്രൂ ദ ഇസ്തമെറ്റ് ടുവേർഡ്സ് ദ യൂട്രസ്. സൈഗോട്ട്സ് ഈ ആംപുലർ ഇസ്തമെറ്റ് റീജിയനിൽ ഫെർട്ടിലൈസേഷൻ നടന്ന് അവിടെ സൈഗോട്ട് ഫോം ചെയ്ത് അങ്ങനെ ഉണ്ടാകുന്ന സൈഗോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മൂവ് ചെയ്യുന്നുണ്ട്, ഡിവിഷൻ നടക്കുന്നുണ്ട് അതിന്. എന്നിട്ട് എങ്ങനെയാണ് ഡിവിഷൻ നടക്കുന്നത്? 2 സെൽഡ് ആവുന്നുണ്ട്, പിന്നെ 4 സെൽഡ് ആവുന്നുണ്ട്, 8 സെൽഡ് ആവുന്നുണ്ട്, പിന്നെ 16 ഡോട്ടർ സെൽസ് ഫോം ചെയ്ത് ഒരു ബ്ലാസ്റ്റോമിയർ ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ദ എംബ്രിയോ വിത്ത് 8 to 16 ബ്ലാസ്റ്റോമിയർ, ആ ഒരു കണ്ടീഷൻ, 16 സെൽഡ് കണ്ടീഷന് പറയുന്ന പേരാണ്, ആ ബ്ലാസ്റ്റോമിയേഴ്സിന് പറയുന്ന പേരാണ് മോറുല. ഈ മോറുലയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനുള്ളാവുന്ന ഓരോ സെൽസും ഈക്വൽ ആയിരിക്കും, ഒരേപോലെ ആയിരിക്കും സ്ട്രക്ചറലി. ദ മോറുല കണ്ടിന്യൂസ് ടുഡേ. മോറുല വീണ്ടും ഡിവിഷൻ നടക്കുന്നുണ്ട് മോറുലയ്ക്ക്. അത് എന്തായിട്ട് മാറുന്നുണ്ട്, ഒരു ബ്ലാസ്റ്റോസിസ്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. അപ്പോൾ ബ്ലാസ്റ്റോമിയേഴ്സ് മൂവ് ചെയ്ത് ബ്ലാസ്റ്റോസിസ്റ്റ് ഡിവിഷൻ നടന്നു, യൂട്രസിൽ എത്തി ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നുണ്ട്. ഈ ബ്ലാസ്റ്റോസിസ്റ്റിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബ്ലാസ്റ്റോസിസ്റ്റ് 2 ലെയർ ആയിട്ടാണ് അതിനെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഔട്ടർ ലെയർ എന്ന് പറയുന്ന പേര് ട്രോഫോബ്ലാസ്റ്റ് ആൻഡ് ഇന്നർ ഗ്രൂപ്പ് ഓഫ് സെൽ ഈസ് കോൾഡ് ഇന്നർ സെൽ മാസ്. അത് എവിടെയാണ് അറ്റാച്ച് ചെയ്യുന്നത്? ദേ അറ്റാച്ച് ടു ദ ട്രോഫോബ്ലാസ്റ്റ്. ഓക്കെ, അതായത് an inner group of cell attached to the trophoblast. ട്രോഫോബ്ലാസ്റ്റിൽ ഒരു ഇന്നർ സെൽ മാസ് എപ്പോഴും അറ്റാച്ച് ചെയ്ത് കാണുന്നുണ്ട്. ഈ ട്രോഫോബ്ലാസ്റ്റ് ലെയർ then gets attached as a finger like projection
അതിനെയാണ് കോറിയോണിക് വില്ലേ എന്ന് പറയുന്നത്, ടു ദ എൻഡോമെട്രിയം. ആൻഡ് ഇന്നർ സെൽ മാസ് എന്തായിട്ട് മാറുന്നുണ്ട്? എംബ്രിയോ ആയിട്ട് മാറുന്നുണ്ട്. ദെൻ ആഫ്റ്റർ അറ്റാച്ച്മെൻറ്റ് യൂട്രൈൻ സെൽ, ഇവിടെ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു എംബ്രിയോ ഇവിടെ യൂട്രൈൻ വോളിൽ അറ്റാച്ച് ആവുന്നുണ്ട്. ആ ഒരു അറ്റാച്ച്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം ദ യൂട്രൈൻ സെൽസ് ഡിവൈഡ്. യൂട്രൈൻ സെൽസ് എന്ത് ചെയ്യുന്നുണ്ട്? ഡിവൈഡ് ചെയ്യുന്നുണ്ട് പെട്ടെന്ന് തന്നെ. ആ ഡിവൈഡ് ചെയ്തിട്ട് ആ ഒരു ബ്ലാസ്റ്റോസിസ്റ്റിനെ കംപ്ലീറ്റ് കവർ ചെയ്യുന്നുണ്ട്. As a result, the blastocyst becomes embedded in the endometrium of uterus. ഈ ബ്ലാസ്റ്റോസിസ്റ്റ് എൻഡോമെട്രിയത്തിൽ എംബഡ് ചെയ്ത് കാണുന്നുണ്ട് യൂട്രസിലുള്ള. അതിനെ ഇംപ്ലാന്റേഷൻ എന്ന് പറയുന്നത്. അപ്പോഴാണ് പ്രഗ്നൻസി നടന്നു അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ പോസിറ്റീവ് ആണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ, ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം. ഓക്കെ, ദെൻ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡിവിഷൻ. എഗ്ഗ് സ്പേം വന്ന് എൻ്റർ ചെയ്യുന്നു, ന്യൂക്ലിയസ് എത്തുന്നു, ന്യൂക്ലിയസ് ഡിവിഷൻ നടക്കുന്നു, ബ്ലാസ്റ്റോമിയസ് ഫോം ചെയ്യുന്നു, വീണ്ടും മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്നു, മോറുല ഫോം ചെയ്യുന്നുണ്ട്, മോറുല വീണ്ടും 2 ലെയറായിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. ഒന്ന് ട്രോഫോബ്ലാസ്റ്റ്, ഔട്ടർ ലെയർ ട്രോഫോബ്ലാസ്റ്റും അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഔട്ടർ ലെയർ ട്രോഫോബ്ലാസ്റ്റ് അതിനെ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇന്നർ സെൽ മാസ്. അത് എന്ത് ചെയ്യുന്നുണ്ട്? വീണ്ടും അതിന് ഡിവിഷൻ നടക്കുന്നുണ്ട്, ബ്ലാസ്റ്റോസിസ്റ്റായിട്ട് മാറുന്നുണ്ട്. ആ ബ്ലാസ്റ്റോസിസ്റ്റാണ് ഫൈനലി യൂട്രസിൽ എന്ത് ചെയ്യുന്നത്? അറ്റാച്ച് ചെയ്യുന്നത്, അതിന് ഇംപ്ലാന്റേഷൻ നടക്കുന്നത്. ഓക്കെ, ഇനി പ്രഗ്നൻസി ആൻഡ് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇത്രയും നടന്നാൽ പ്രഗ്നൻസി നടന്നു എന്ന് നമുക്ക് പറയാം. ദെൻ കോറിയോണിക് വില്ലേ ആൻഡ് യൂട്രൈൻ ടിഷ്യൂ. കോറിയോണിക് വില്ലയും യൂട്രൈൻ ടിഷ്യൂസും become interdigitated with each other and jointly form a structural and functional unit between developing embryo and fetus and maternal body called placenta. അപ്പോൾ എന്താണ് പ്ലാസൻറ്റ? പ്ലാസൻറ്റ എന്ന് പറഞ്ഞാൽ ഈ കോറിയോണിക് വില്ലയാണ്, അല്ലെങ്കിൽ യൂട്രൈൻ ടിഷ്യൂസും കോറിയോണിക് വില്ലയും ചേർന്ന ഒരു സ്ട്രക്ചറാണ്. പക്ഷേ ഇതിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ ഡെവലപ്പ് ചെയ്യുന്ന ആ എംബ്രിയോസിന് ആവശ്യമായിട്ടുള്ള എല്ലാ സ്ട്രക്ചറലി ആണെങ്കിലും ഫങ്ഷണലി ആണെങ്കിലും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത് ഈ മെറ്റേണൽ ബോഡിയിലുള്ള, അതായത് മദറിൻ്റെ ബോഡിയിലുള്ള ഈ പ്ലാസൻ്റയാണ്. പ്ലാസൻ്റ എംബ്രിയോ ആയിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും. ആ കണക്ട് ചെയ്യുന്നത് ആരാണ്? ആ കണക്ഷൻ കൊടുക്കുന്നത് അംബലിക്കൽ കോഡാണ്. ആ അംബലിക്കൽ കോഡ് വഴിയാണ് എന്ത് ചെയ്യുന്നത്? സബ്സ്റ്റൻസ് ഒക്കെ എംബ്രിയോയ്ക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. മെയിൻ ഫംഗ്ഷൻ എന്തൊക്കെയാണ് പ്ലാസൻ്റയുടേത്? ദി സപ്ലൈ ഓക്സിജൻ ആൻഡ് ന്യൂട്രിയൻസ് ടു ദ എംബ്രിയോ. ദെൻ കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യുന്നുണ്ട്, വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ, അതായത് എംബ്രിയോ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റ് മെറ്റീരിയൽസൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്. ദ ആക്ട് ആസ് എൻ എൻഡോക്രൈൻ ഗ്ലാൻഡ്, ഒരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് എൻഡോക്രൈൻ ഗ്ലാൻഡ് എന്ന് പറയുന്നത്? ഹോർമോൺ സെക്രീറ്റ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് സെക്രീറ്റ് ചെയ്യുന്നത്? ഹ്യൂമൻ കോറിയോണിക് ഗൊണാഡോട്രോപ്പിൻ ഓർ HCG, ദെൻ ഹ്യൂമൻ പ്ലാസെൻ്റൽ ലാക്ടോജൻ അല്ലെങ്കിൽ HPL, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇത്രയും ഹോർമോണുകളാണ് ഇതെന്ത് ചെയ്യുന്നത്? സെക്രീറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതൊരു എൻഡോക്രൈൻ ഗ്ലാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്. ദെൻ ഇൻ ദ ലേറ്റർ ഫേസ് ഓഫ് പ്രഗ്നൻസിയുടെ ലേറ്റർ ഫേസിൽ ഒരു ഹോർമോണും കൂടി സെക്രീറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് റിലാക്സിൻ എന്ന് പറയുന്നത്. അത് ഓവറിയാണ് റിലീസ് ചെയ്യുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത്? പാർച്ചുറേഷൻ, അതായത് ബേർത്തിന് വേണ്ടിയിട്ട്. ഫീറ്റസിൻ്റെ എംബ്രിയോ, ഒരു കുട്ടിയുടെ ബേർത്തിന് വേണ്ടിയിട്ടാണ് അത് സഹായിക്കുന്നത്. അതിനെയാണ് പാർച്ചുറേഷൻ എന്ന് പറയുന്നത്. ആ സമയത്ത് പാർച്ചുറേഷൻ ടൈമിൽ പിബിക് സിംഫൈസിസ് റീജിയനിൽ, ഡെലിവറി നടക്കുന്ന ആ റീജിയനിൽ അവിടെയുള്ള കണക്റ്റീവ് ടിഷ്യൂസൊക്കെ സോഫ്റ്റൻ ആവാൻ വേണ്ടി, സോഫ്റ്റനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ റിലാക്സിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺസ്, ഓവറി സെക്രീറ്റ് ചെയ്യുന്ന ഈ ഹോർമോൺസ് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ പ്രഗ്നൻസി ടൈമിൽ ദ ലെവൽ ഓഫ് അതർ ഹോർമോൺസ് ഏതൊക്കെയാണ്? ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, കോർട്ടിസോൾ, പ്രൊലാക്റ്റിൻ, തൈറോക്സിൻ എക്സെട്ര. ദേ ആർ ഇൻക്രീസ്ഡ് സെവറൽ ഫോൾഡ്സ് ഇൻ ദ മെറ്റേണൽ ബ്ലഡിൽ. അതായത് മദറിൻ്റെ ബ്ലഡിൽ ഈ ഒരു ഹോർമോണിൻ്റെ അളവ് കൂടുതലായിരിക്കും. എന്തിനു വേണ്ടിയിട്ടായിരിക്കും? ഈ ഹോർമോൺസുകളൊക്കെ എന്താ ചെയ്യുന്നത്? ദേ സപ്പോർട്ട് ഫീറ്റൽ ഗ്രോത്ത്. ഫീറ്റൽ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെറ്റബോളിക് ചേഞ്ചസ് ഇൻ ദ മദറിലുള്ള മെറ്റബോളിക് ചേഞ്ചസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പ്രഗ്നൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഓർത്ത് വയ്ക്കാം. ഇനി ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം പിന്നെ എന്താ നടക്കുന്നത്? ഇന്നർ സെൽ മാസ് അല്ലെങ്കിൽ എംബ്രിയോ എന്താവുന്നുണ്ട്? ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട്
മൂന്ന് ലെയറായിട്ട് ജേം ലെയേഴ്സായിട്ട് ഫോം ചെയ്യുന്നുണ്ട്. ഔട്ടർ എക്ടോഡം, മിഡിൽ മീസോഡം ആൻഡ് എൻ ഇന്നർ എൻഡോഡം. These three layers give rise to all tissues or organs in adult. അഡൾട്ട് ആവുന്ന സമയത്ത് നമ്മുടെ ഓരോ ഓർഗൻസും ഫോം ചെയ്യുന്നത് ഈ മൂന്ന് ലെയേഴ്സിൽ നിന്നാണ്. അതൊന്ന് ഓർക്കുക. അപ്പം എക്ടോഡേം ആണെങ്കിൽ സ്കിന്ന്, ഇവിടെ ചിത്രത്തിൽ നോക്കിയാൽ അറിയാം, സ്കിന്ന് ഫോം ചെയ്യുന്നത് എക്ടോഡേമിൽ നിന്നാണ്. ബ്രെയിനും ന്യൂറോൺസൊക്കെ സെൻട്രൽ നെർവസ് സിസ്റ്റമൊക്കെ എക്ടോഡേമിൽ നിന്നാണ്. ന്യൂറൽ ക്രസ്റ്റ്, പിഗ്മെൻറ്റ് സെൽസൊക്കെ ഫോം ചെയ്യുന്നത് എക്ടോഡേമിൽ നിന്നാണെങ്കിൽ, നോട്ടോകോഡ്, ബോൺ ടിഷ്യൂ, ട്യൂബ്യൂൾ സെൽസ് ഓഫ് കിഡ്നി, റെഡ് ബ്ലഡ് സെൽസ്, ഫേഷ്യൽ മസിൽസ് ഇതൊക്കെ ഫോം ചെയ്യുന്നത് മീസോഡേമിൽ നിന്നാണ്. പിന്നെ എൻഡോഡേം എന്ന് പറഞ്ഞാൽ സ്റ്റൊമക് സെൽസ്, ഫാരിങ്സ്, തൈറോയ്ഡ് സെൽസ്, റെസ്പിറേറ്ററി ട്യൂബ്സ്, ലങ്സ്, ആൽവിയോളർ സെൽസ് ഒക്കെ ഫോം ചെയ്യുന്നത് എൻഡോഡേമിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ജേം സെൽസുകളാണ് എന്ത്, സ്പേമും എഗ്ഗും. അതൊന്ന് ഓർത്ത് വയ്ക്കുക. ഇനി എന്തൊക്കെ ഡെവലപ്മെൻ്റൽ സ്റ്റേജസുകളാണ് ഹ്യൂമൻ എംബ്രിയോയിൽ ഡ്യൂറിങ് പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്നത് നമുക്ക് നോക്കാം. 9 മന്താണ് ഗെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. അതായത് ഫീറ്റസ് അമ്മയുടെ യൂട്രസിൽ ഉള്ള ആ ഒരു സമയത്തെയാണ് ഗെസ്റ്റേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് മന്തിൽ ഹാർട്ട് ഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് മന്തിൽ ലിംബും ഡിജിറ്റ്സും ഫോം ചെയ്യുന്നുണ്ട്. തേർഡ് മന്തിൽ ലിംസ് ആൻഡ് എക്സ്റ്റേണൽ ജെനൈറ്റൽ ഓർഗൻസ് വെൽ ഡെവലപ്സ്. ഇത്രയാണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് നമ്മൾ പറയുന്നത്. ഏറ്റവും ക്രിട്ടിക്കൽ പീരീഡാണിത്. മദർ ഷുഡ് ബി മോർ കെയർഫുൾ ഇൻ ദിസ് പീരീഡ്. ഫിഫ്ത്ത് മന്തിൽ ഷോ മൂവ്മെൻറ്റ് ആൻഡ് അപ്പിയർ ഹെയർ ഓൺ ദി എഗ്. സിക്സ്ത് മന്തിൽ ദ ബോഡി ഈസ് കവേർഡ് വിത്ത് ഫൈൻ ഹെയേഴ്സ്. ഐലിഡ് സെപ്പറേറ്റ് ആവുന്നുണ്ട്. ഐ ലാഷസ് ഫോം ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നുണ്ട്. ഇനി 7, 8, 9 പീരീഡിൽ തേർഡ് ട്രൈമസ്റ്റർ ആണ്. അതിൽ 9th മന്തിൽ എന്താണ്, ഫീറ്റസ് ഫുള്ളി ഡെവലപ്ഡ് ആവുന്നുണ്ട് ആൻഡ് ഇറ്റ് ഈസ് റെഡി ഫോർ ഡെലിവറിക്ക് വേണ്ടി റെഡി ആവുന്നുണ്ട് ഫീറ്റസ്. ഓക്കെ, എംബ്രിയോണിക് ഡെവലപ്മെൻ്റ് ആണ് ഫസ്റ്റ് മന്ത്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആണ് ഫസ്റ്റ് ട്രൈമസ്റ്റർ. 4th, 5th, 6th ആണ് സെക്കൻഡ് ട്രൈമസ്റ്റർ. 7th, 8th, 9th തേർഡ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നുണ്ട് എംബ്രിയോണിക് ഡെവലപ്മെൻറ്റ്. ഇനി ഗെസ്റ്റേഷൻ എന്താണെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഗെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, പീരീഡ് ഓഫ് ഡെവലപ്മെൻ്റ് ആണ് ഡ്യൂറിങ് ദ ക്യാരിയിങ് ഓഫ് ആൻ എംബ്രിയോ ക്യാരി ചെയ്യുന്ന ആ ഒരു പീരീഡ് ആൻഡ് ലേറ്റർ ഫീറ്റസ് ഇൻസൈഡ്. എല്ലാ വിവിപാരസ് ആനിമൽസിനും ഈ ഗെസ്റ്റേഷൻ പീരീഡ് ഉണ്ട്. ഒരു ടിപ്പിക്കൽ മാമൽസിന് തന്നെ ഓൾസോ ഒക്കേഴ്സ് ഫോർ സം നോൺ മാമൽസിനും ഇതുണ്ടാവുന്നുണ്ട്, ഈ ഒരു പീരീഡ് ഉണ്ട്. മാമൽസ് ഡ്യൂറിങ് പ്രഗ്നൻസി ക്യാൻ ഹാവ് 1 or more ഗെസ്റ്റേഷൻ അറ്റ് ദ സെയിം ടൈം. ഫോർ എക്സാമ്പിൾ മൾട്ടിപ്പിൾ ബർത്ത്. അൺബോൺ ബേബി ഒരു സ്പെൻഡ് ചെയ്യുന്നത് അറൗണ്ട് 38 വീക്സ് ആയിരിക്കും അമ്മയുടെ യൂട്രസിൽ. ബട്ട് ദ ആവറേജ് ലെങ്ത് ഓഫ് പ്രഗ്നൻസി ഓർ ഗെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു 40 വീക്സ് ആണ് കൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പ്രഗ്നൻസി ഈസ് കൗണ്ടഡ് ഫ്രം, എപ്പോഴാണ് പ്രഗ്നൻസി കൗണ്ട് ചെയ്യേണ്ടത്, ഫസ്റ്റ് ഡേ ഓഫ് വുമൻസ് ലാസ്റ്റ് മെൻസ്ട്രൽ സൈക്കിൾ. ഓക്കെ, അത് വെച്ചിട്ടാണ് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടത്. നോട്ട് ദ ഡേറ്റ് ഓഫ് കൺസെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് അല്ല, വിച്ച് ജനറലി ഒക്കേഴ്സ് 2 വീക്സ് ലേറ്റർ. ഓക്കെ, ഏതൊക്കെയാണ് 3 സ്റ്റേജസ് ഓഫ് ഗെസ്റ്റേഷൻ എന്ന് പറയുന്നത്. പ്രഗ്നൻസി നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഫസ്റ്റ് ട്രൈമസ്റ്റർ ഉണ്ട് 0 to 30 വീക്സ്. ദ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഈസ് ദ മോസ്റ്റ് ക്രൂഷ്യൽ ടു യുവർ ബേബീസ് ഡെവലപ്മെൻറ്റ്. സെക്കൻഡ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ 14 to 26 വീക്സ് ആണ്. തേർഡ് ട്രൈമസ്റ്റർ 27 to 40 വീക്സ് ആണ്. ഓക്കെ, ആൻഡ് ഗെസ്റ്റേഷൻ പീരീഡ് എന്ന് പറഞ്ഞാൽ അറിയാം 280 ഡേയ്സ് അല്ലെങ്കിൽ 40 വീക്സ് ആണ്. പ്രീടേം ഓർ പ്രീമെച്വർ ബേബി ഡെലിവേർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു 37 വീക്സ് ഓഫ് പ്രഗ്നൻസിയിൽ ഡെലിവർ ആവുകയാണെങ്കിൽ നമ്മൾ പ്രീമെച്വർ ഡെലിവറി എന്ന് പറയുന്നുണ്ട്. എക്സ്ട്രീംലി പ്രീടേം ഇൻഫൻറ്റ് ആർ ബോൺ 23rd through 28 വീക്സിലാണ് സാധാരണ അത് നടക്കാറുള്ളത്. ഇനി പാർച്ചുറേഷൻ, ഫൈനലി എന്താണ്, ഡെലിവറി നടക്കുന്നുണ്ട്. ഈ പാർച്ചുറേഷൻ എന്നാണ് അതിന് പറയുന്നത്. വിഗ്രസ് കോൺട്രാക്ഷൻ ഓഫ് യൂട്രസ് കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട് പ്രഗ്നൻസി എൻഡ് ചെയ്യുന്ന സമയത്ത്. അതിൻ്റെ റിസൾട്ടായിട്ട് എന്ത് സംഭവിക്കുന്നത്, ദറ്റ് കോസസ് എക്സ്പെൽ ചെയ്യുന്നുണ്ട്, ഡെലിവറി ഓഫ് ഫീറ്റസ് നടക്കുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് എന്ത്, പാർച്ചുറേഷൻ. ഓക്കെ, എന്തൊക്കെ ന്യൂറോ എൻഡോക്രൈൻ മെക്കാനിസം നടക്കുന്നുണ്ട് പാർച്ചുറേഷനിൽ. ന്യൂറോ എന്ന് പറഞ്ഞാൽ നെർവ് ആയിട്ട്, നെർവ് അല്ലെങ്കിൽ ഹോർമോൺ എന്തൊക്കെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു ഫുള്ളി ഡെവലപ്ഡ് ആയിട്ടുള്ള ഫീറ്റസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സിഗ്നൽ പാർച്ചുറേഷന് വേണ്ടിയിട്ട്, അതായത് ഡെലിവറിക്ക് സമയമായി എന്ന് കാണിക്കുന്ന ഒരു സിഗ്നൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ പ്ലാസൻ്റ, ആ സമയത്ത് പ്ലാസൻ്റ എന്ത് ചെയ്യുന്നുണ്ട്, വിച്ച് ഇൻഡ്യൂസസ് എ മൈൽഡ് യൂട്രൈൻ കോൺട്രാക്ഷൻ.
ഫീറ്റൽ ഇജക്ഷൻ റിഫ്ലക്സ് എന്ന് പറയും അതിന്. ഓക്കെ, ദിസ് ട്രിഗർ ദ റിലീസ്. അങ്ങനെ പ്ലാസൻ്റ ഇൻഡ്യൂസ് ചെയ്യുന്ന സമയത്ത്, കോൺട്രാക്ഷൻ നടക്കുന്ന സമയത്ത് എന്താ മെറ്റേണൽ, അതായത് മദറിൻ്റെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് എന്ത് സെക്രീറ്റ് ചെയ്യുന്നുണ്ട്? ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നുണ്ട് ചെറിയൊരു എമൗണ്ടിൽ. ഈ ഓക്സിറ്റോസിൻ ആ യൂട്രൈൻ മസിലിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് സ്ട്രോങ് ആയിട്ട് യൂട്രൈൻ കോൺട്രാക്റ്റ് ചെയ്യുമ്പോൾ, യൂട്രൈൻ കോൺട്രാക്റ്റ് ചെയ്യുന്നതിനനുസരിച്ച് ഫർദർ സെക്രീഷൻ നടക്കുന്നുണ്ട് ഈ ഓക്സിറ്റോസിൻ. ആദ്യം കുറച്ച് എമൗണ്ട് സെക്രീറ്റ് ചെയ്യുമെങ്കിലും പിന്നെ വീണ്ടും വീണ്ടും ഈ കോൺട്രാക്ഷന് ബേസ് ചെയ്തിട്ടാണ് ഈ ഓക്സിറ്റോസിൻ്റെ സെക്രീഷൻ പിന്നെ നടക്കുന്നത്. അപ്പം ഓവറായിട്ട് ഓക്സിറ്റോസിൻ കൂടുതലായിട്ട് ഓക്സിറ്റോസിൻ റിലീസ് ചെയ്യുന്നതിനനുസരിച്ച് യൂട്രൈൻ വീണ്ടും വീണ്ടും കോൺട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. കോൺട്രാക്ഷൻ ഗെറ്റ് സ്ട്രോങ്ങർ വിച്ച് ലീഡ്സ് ടു ദ എക്സ്പെൽഷൻ ഓഫ് ദ ബേബി ഔട്ട് ഓഫ് ദി യൂട്രസ് ത്രൂ ദി ബർത്ത് കനാൽ വഴി ബേബി പുറത്തേക്ക് വരുന്നുണ്ട്. സൂൺ ആഫ്റ്റർ ദ ഇൻഫൻറ്റ് ഈസ് ഡെലിവേർഡ്. ഇൻഫൻറ്റ് ഡെലിവേർഡ് ആയി കഴിഞ്ഞാൽ ഈ പ്ലാസൻ്റ എക്സ്പെൽ ഔട്ട് ചെയ്ത് പോകുന്നുണ്ട് യൂട്രസിൽ നിന്ന്. ഓക്കെ, ഇനി ഈ ഡെലിവറി നടന്നു, പാർച്ചുറേഷനൊക്കെ നടന്നു. ഇനി ലാക്ടേഷൻ, അതായത് ഫീഡ് ചെയ്യണം അല്ലേ, കുട്ടിക്ക് അമ്മ ഫീഡ് ചെയ്യണം. മാമറി ഗ്ലാൻഡ് ഉള്ളൊരു ആനിമലാണ് നമ്മളെല്ലാവരും, മാമൽസ് എല്ലാവരും. അതുകൊണ്ട് തന്നെ ലാക്ടേഷൻ നടത്തണം. ദ മാമറി ഗ്ലാൻഡ് ഓഫ് ഫീമെയിൽ അണ്ടർഗോ ഡിഫറൻസിയേഷൻ ഡ്യൂറിങ് പ്രഗ്നൻസി. അതായത് മെമ്മറി ഗ്ലാൻഡിന് കുറച്ച് ഡിഫറൻസിയേഷനൊക്കെ നടക്കുന്നുണ്ട് പ്രഗ്നൻസി ടൈമിൽ. ആൻഡ് ദാറ്റ് സ്റ്റാർട്ട് പ്രൊഡ്യൂസിങ് മിൽക്ക് ടുവേർഡ്സ് ദ എൻഡ് ഓഫ് പ്രഗ്നൻസി. പ്രഗ്നൻസിയുടെ എൻഡിൽ മദർ എന്ത് ചെയ്യുന്നുണ്ട്? മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ലാക്ടേഷൻ എന്ന് പറയുന്നത്. ഈ മിൽക്ക് ദാറ്റ് ഹെൽപ്സ് ദ മദർ ഇൻ ഫീഡിങ് ദ ന്യൂ ബോൺ. ദ മിൽക്ക് പ്രൊഡ്യൂസ് ഡ്യൂറിങ്, അതായത് ഇനീഷ്യൽ ഫ്യൂ ഡേയ്സിൽ പ്രഗ്നൻസി നടന്ന ആ ഒരു സ്റ്റേജിൽ തന്നെ ഫോം ചെയ്യുന്ന ഒരു മിൽക്കുണ്ട് ലാക്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനെ കൊളസ്ട്രം എന്നാണ് പറയുന്നത്. കൊളസ്ട്രം റിച്ച് ന്യൂട്രിയൻസ് ആണ് അതിലുള്ളത്, വിച്ച് കണ്ടെയ്ൻസ് സെവറൽ ആൻറ്റിബോഡീസ്. ദേ ആർ അബ്സല്യൂട്ട്ലി എസെൻഷ്യൽ ടു ഡെവലപ്പ് റെസിസ്റ്റൻസ് ഫോർ ദി ന്യൂ ബോൺ ബേബീസ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പോർഷൻസൊക്കെ കഴിഞ്ഞിരിക്കുന്നുണ്ട് ഓപ്പൺ കോഴ്സിൽ. താങ്ക് യു.